അതേപോലെ തന്നെ ശ്രദ്ധിക്കാം, ഞാൻ ഓടിച്ചു പറയാം. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, ഒരു പുരയിൽ പരിധി വിട്ട് ഉറങ്ങുന്നവരുണ്ടായാൽ ഉദിറില്ലാതെ ആ വീട്ടിൽ ദാരിദ്ര്യം. ഒരു വീട്ടിൽ ഉറങ്ങുന്ന അങ്ങനെയുള്ള ചില ആളുകളെ കണ്ടിട്ടില്ല. ഒരു പണി എന്താണ്? ഉറക്ക വിസ എന്ന് പറയും ഗൾഫിലൊക്കെ പോയി 18 മണിക്കൂർ ഉറങ്ങിയിട്ട് പൂതി കഴിയാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉറങ്ങന്നെ അതിനായിട്ട് കുറച്ച് ആളുകൾ ഉറങ്ങുന്നെ. ഉറങ്ങ, ഇത് വളരെ ശ്രദ്ധിക്കണേ. ഉറങ്ങുക, ഒരു വീട്ടിൽ ഉറക്കം അധികരിച്ച ആളുകളുണ്ടെങ്കിൽ ആവറേജ് ഒരു ഉറക്കം, അതിനപ്പുറം ഉറങ്ങരുത്. ചില പെണ്ണുങ്ങൾക്കുണ്ട്, പൊരയില് ഭർത്താവ് നാട്ടിലില്ല, പിന്നെ മക്കള് പോയി സ്കൂളിൽ പോയാൽ പിന്നെ ഉറങ്ങണം. ഇത് പെണ്ണുങ്ങൾ ഈ പരിപാടിയൊക്കെ അവസാനിപ്പിക്കണം. ഉറക്കം വർദ്ധിക്കുന്നത് ഉറക്കം അധികരിക്കുന്ന ദാരിദ്ര്യത്തെ കൊണ്ടുവരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിച്ചു. അതേപോലെ തന്നെ നഗ്നരായി കിടന്നുറങ്ങുന്നത് ദാരിദ്ര്യത്തെ കൊണ്ടുവരും. നഗ്നരായി കിടന്നുറങ്ങുന്നത്, ഭാര്യ ഭർത്താവുള്ള അവരുടെ മുറികളിൽ അവരവരുടെ ശാരീരികമായ ബന്ധം പുലർത്തുന്ന സമയത്ത് പോലും അത് പൂർണ്ണമായി മറക്കുള്ളിലായിരിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നഗ്നതയിലേക്ക് നോക്കിയ ദാരിദ്ര്യം ഉണ്ടാവും. ഞാൻ നബിയുടേതും കണ്ടിട്ടില്ല, നബി എന്റേതും കണ്ടിട്ടില്ല എന്ന് പുണ്യ സയ്യിദുന ആയിഷ, ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ. നഗ്നതയിലേക്ക് നോക്കിയ ദാരിദ്ര്യം ഉണ്ടാവും. അത് ദാരിദ്ര്യം ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നഗ്നതയിലേക്ക് അധികമായി, സ്വന്തം ഭാര്യയുടെ നഗ്നതയാണെങ്കിലും നോക്കുന്നതിൽ ഖൈറില്ല. ഞാൻ നബിയുടേതും കണ്ടിട്ടില്ല, നബി എന്റേതും കണ്ടിട്ടില്ല എന്ന് സയ്യിദുന ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ. പിന്നെ ശാരീരികമായ സംസർഗത്തിൽ അങ്ങനെ സ്വാഭാവികമായി സംഭവിച്ചു പോയി നോക്കും. എന്നിട്ട് പിന്നെ നേരെ വെളുക്കുന്ന ഭാര്യ ഭർത്താവും ആ കട്ടിലെ ഒഴിയാനായി കിടന്നില്ല. പിശാചല്ലാതെ ആരും പറഞ്ഞില്ല. നഗ്നരായി കിടന്നുറങ്ങുന്നത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തും. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അതേപോലെ തന്നെ നഗ്നരായി മൂത്രിക്കുക. അങ്ങനെയാണ്. കക്കൂസ് കേറിനോടുകൂടെ തുണിയൊക്കെ ഇതൊക്കെ സമ്പ്രദായം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടച്ചുപൂടിയ കക്കൂസ് ആയതുകൊണ്ട് എന്താ പിന്നെ നടന്നെന്ന് പറയാൻ പറ്റില്ല. ആട് കക്കൂസെല്ലാം കയറിയ തുണി കഴിക്കുക, ദാരിദ്ര്യത്തെ കൊണ്ടുവരും. അതൊക്കെ വളരെ. അതേപോലെ തന്നെ ജനാപത്തുണ്ടാവുമ്പോൾ ഭക്ഷണം കഴിക്കുക, ദാരിദ്ര്യം ഉണ്ടാവും. ജനാപത്തുണ്ടായാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ഒന്നു കൊടുക്കണം, ഇല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും. സുന്നത്തിനെതിരുവാണ് ദാരിദ്ര്യം. അൽ അഖ്ലു ജുനുബൻ, ജനാപത്തോടുകൂടി ഭക്ഷണം കഴിക്കുക, ജനാപത്തോടുകൂടി ഉറങ്ങുക. ജനാപത്തുള്ള മനുഷ്യന് ഒന്നുമില്ലാതെ ജനാപത്തുള്ള ഒരു മനുഷ്യൻ സുബഹിക്ക് മുമ്പ് കുളിച്ചാൽ മതി, അടുത്ത വക്തത്തിന് മുമ്പ് കുളിച്ചാൽ മതി. പക്ഷേ അയാൾ എന്ത് ചെയ്യണം? ഉറങ്ങണമെങ്കിൽ ഒന്നു കൊടുക്കണം, ദാരിദ്ര്യം. മനസ്സിലായില്ല? കുളിക്കാതെ കുളിക്കണ്ട ഒന്നുകൊടുക്കുക, സുന്നത്തായ ഒന്നുകൊടുക്കുക. ജനാപത്തുണ്ടായ ഒന്നുകൊടുത്താൽ ഒന്നുകൊടുത്തൂല്ലേ? പറഞ്ഞത് മനസ്സിലായോ? അത് പറയുന്ന കേൾക്ക്, പറഞ്ഞത് മനസ്സിലാക്കാൻ കേൾക്ക്. അതായത് ഒരു മനുഷ്യൻ ജനാപത്തുണ്ടായി, തൽക്കാലം അപ്പോൾ കുളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കുളിക്കുന്നത് സുബഹിന്റെ മുമ്പേ കുളിക്കണുള്ളൂ, ആയിക്കോട്ടെ, ഒരു വിരോധമല്ല. പക്ഷേ ആ നിലയ്ക്ക് അവൻ ഉറങ്ങിയാൽ ആ പുരയിൽ ബർക്കത്ത് നഷ്ടപ്പെടും. ഇനി വേഗം എന്ത് ചെയ്യണം? ഒന്നെടുത്ത് വന്നിട്ട് കിടക്കണം. ആ ഒന്നുമിൽ ജനാപത്തുള്ള മനുഷ്യൻ ഉറങ്ങാൻ കിടക്കണം, ഒന്നുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ദാരിദ്ര്യം വരും. മോശപ്പെട്ട പേരുള്ള ആ കുട്ടികൾ വീട്ടിലുണ്ടാവുക, ബർക്കത്തുണ്ടാവില്ല. മനസ്സിലായില്ല? ഒന്നുകൂടി പറയാം. അതായത് നമ്മളെ കുട്ടികളുടെ പേര് നന്നാക്കിയിട്ടില്ലെങ്കിൽ പുരയിലെ ബർക്കത്ത് പോകും. അതാ മനസ്സിലാവില്ലേ പറഞ്ഞത്? കുട്ടികളെ പേര് നന്നാക്കുക. ഒരു കാര്യം ഉറപ്പ്, നിങ്ങൾ പറഞ്ഞോളൂ, ഒരു കാര്യം ഉറപ്പ്, മുഹമ്മദ് എന്ന പേരുള്ള ഒരു കുട്ടി ഒരു പുരയിലുണ്ടെങ്കിൽ ആ പുരയിൽ ബർക്കത്തുണ്ടാവും. ഉറപ്പ്. മുഹമ്മദ്, അഹ്മദ് എന്ന പേരുള്ള ഒരു കുട്ടി ഒരു പുരയിലുണ്ടെങ്കിൽ ആ കുട്ടിയാവുന്ന കാലത്ത് ഉണ്ടെങ്കിൽ ബർക്കത്തുണ്ടാവും. ഉറപ്പ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിന്റെ ഇസ്മിന്റെ കറാമത്താണ് അവിടെ വിലക്കുള്ളൂ. മാത്രമല്ല കുറ്റമില്ലാത്ത കുട്ടിയാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അവിടെ അല്ലാഹുവിന്റെ വിലക്കുള്ളൂ. സംശയം. ഇന്നത്തെ നമ്മളെ പേരുകളെ വളരെ ശ്രദ്ധിക്കണം.
പേര് അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ. എനിക്ക് 8 കുട്ടികളുണ്ട്. ഞാൻ നിങ്ങളുടെ ശിഷ്യന്മാരായതുകൊണ്ട് പറയാം, റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട പേരല്ലാതെ ഇട്ടിട്ടില്ല, ഇങ്ങോട്ട് ഇട്ടിട്ട് പ്രശ്നമില്ല. ഇനി 100 കുട്ടികളുണ്ടായാലും റസൂലുള്ളാഹിനെ വരും. എല്ലാം റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട പേര് അതിൽ ബർക്കത്തുണ്ടോ? ഉണ്ടായല്ലോ. അള്ളാഹുവിന്റെ ബർക്കത്തല്ലേ കണ്ണതൊക്കെ. ഇതിന് വലിയ ബർക്കത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 11 കൊല്ലം പ്രസംഗിച്ചിട്ടും കുടിച്ചിട്ടില്ല. എന്റെ 8 കുട്ടികൾക്ക് റസൂലുള്ളാഹിയെ ബന്ധപ്പെട്ട പേരാണ്. ആദ്യത്തെ കുട്ടിയുടെ പേര് ഉമ്മു ഹബീബ, അത് റസൂലുള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ്. രണ്ടാമത്തെ കുട്ടിയുടെ പേര് ആയിഷ, മൂന്നാമത്തെ കുട്ടിയുടെ പേര് ഫാത്തിമ, നാലാമത്തെ കുട്ടിയുടെ പേര് ഖദീജ, അഞ്ചാമത്തെ പെൺകുട്ടിയുടെ പേര് സൈനബ. പിന്നെ 3 ആൺകുട്ടികളുണ്ട്. ഒരു ആൺകുട്ടിയുടെ പേര് മുഹമ്മദ് സ്വാലിഹ്, ഒരു ആൺകുട്ടിയുടെ പേര് മുഹമ്മദ് ഹാഷിമ, ഒരു ആൺകുട്ടിയുടെ പേര് അഹമ്മദ് വഹീറുദ്ദീൻ. ഒക്കെ മുഹമ്മദ് അഹമ്മദ്. ഞാൻ നിങ്ങൾ ഇതിന്റെ വിദ്യാർത്ഥികളെ പറയാം, അവർക്ക് തന്നെ യാതൊരു സംശയം. മുഹമ്മദ് അഹമ്മദ് എന്ന പേര് ഏതെങ്കിലും ഒരു പെരയിൽ ഉണ്ടെങ്കിൽ ഇതാ. ഇനി വേറൊരു കേട്ടോളൂ, വേറൊരു കേട്ട മാമിൻ മാഇദത്തിൻ ഊളിഅത് ഫഹദർ അലൈഹാ മൻ ഇസ്മുഹു അഹ്മദ് ഔ മുഹമ്മദ് ഇല്ലാ ഖദ്ദസല്ലാഹു ദാലികൽ മൻസില കുല്ല യൗമിൻ മറത്തൈൻ. ഒരു പെരയിൽ ഒരു ഭക്ഷണത്തളിക വെക്കുന്നു. ആ ഭക്ഷണത്തിന്റെ അടുത്ത് വന്നിരിക്കുന്ന ഏതൊരു ഭക്ഷണത്തളിക വെച്ചാലും ആ ഭക്ഷണത്തളികയിലേക്ക് മുഹമ്മദ് എന്നോ അഹമ്മദ് എന്നോ പേരുള്ള ഒരാൾ ആ വീട്ടിൽ വരാനുണ്ടെങ്കിൽ ആ വീട്ടിൽ അല്ലാഹു തആല 2 വട്ടം ഒരു ദിവസം ദറജ ഉയർത്തി കൊടുക്കുമെന്ന് പുണ്യ റസൂൽ. മനസ്സിലാവുന്ന വളരെ വലിയ ഹദീസാണ് ഇതൊക്കെ. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വലിച്ചുകൊണ്ടുവന്നതാണ്. ഹദീസ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാമിൻ മാഇദ, ഒരു സുഫ്ര ഉളിഅത്, ആണ് ഒരു വീട്ടിൽ വെക്കപ്പെടും ഒരു സുഫ്ര. ഫഹദർ അലൈഹാ, ആ സുഫ്രയുടെ അടുത്ത് ഹാജരാകാൻ അവിടെ ഉണ്ട് മൻ, ഒരാൾ, ഇസ്മുഹു, ആ ആളുടെ പേര് മുഹമ്മദ് ഔ അഹ്മദ്, അഹ്മദ് ഔ മുഹമ്മദ്, അഹ്മദ് എന്നോ മുഹമ്മദ് എന്നോ പേരുള്ള ഒരാൾ ആ സുഫ്രയിൽ ഹാജരാവാനായി ആ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇല്ല ഖദ്ദസല്ലാഹു ദാലികൽ മൻസില കുല്ല യൗമിൻ മറത്തൈൻ, ഇല്ല ഖദ്ദസല്ലാഹു ദാലികൽ മൻസില കുല്ല യൗമിൻ മറത്തൈൻ. ആ പുരയെ അല്ലാഹു തആല ഒരു ദിവസം 2 വട്ടം അല്ലാഹു പരിശുദ്ധമാക്കും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടിയുണ്ടാവും മുഹമ്മദ്, ഒരു ബർക്കത്ത്, ഭയങ്കര ബർക്കത്തുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മാമീമു കാക്കീക്കു ഇതാണ് പേര്. മാമീമു എന്താ ഉസ്താദേ അതിന്റെ അർത്ഥം? അതിനർത്ഥല്ല, അതിനർത്ഥല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ഇവന് മനസ്സിലാവുന്നത് ഇയാൾക്ക് വിവരമില്ല. ഇവനിടുന്ന പേരിനൊക്കെ നമ്മൾ അർത്ഥം ഉണ്ടാക്കി കൊടുക്കണം. മാമീമു എന്താ പോലെ അർത്ഥം? അതിനർത്ഥല്ല, ഇയാൾക്ക് അർത്ഥല്ല. കാക്കീക്കു, മാമീമു, കാക്കീക്കു ഇതൊക്കെയാണ്. മാ എന്ന് പറഞ്ഞാൽ ഇവന്റെ ആദ്യത്തെ അക്ഷരം, മീ ഇവളെ ആദ്യത്തെ അക്ഷരം, മു അവിടുത്തെ പൂജക്കുട്ടിന്റെ ആദ്യത്തെ അക്ഷരം. മാമീമു ഇതൊക്കെ പേര്. ആ ജാതി പേരുള്ള ശൈത്താന്മാര് മക്കളുണ്ടെങ്കിൽ ആ പേരിൽ വളർന്നുണ്ടാവില്ല. ഒരു പൊരേ ഒരാള് ശ്രദ്ധിക്കണം, ഞങ്ങൾ ഇൽമ പറഞ്ഞു ചെവിട്ടിൽ ജീവിതത്തിൽ കേൾക്കേണ്ട ഏറ്റവും വലിയ ഇൽമ ഇപ്പൊ ചെവിയെന്ന് തന്നാ ഞാൻ പറഞ്ഞുതരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്റാമ ചെയ്തിട്ട് ഒരു ബാപ്പ തന്റെ കുട്ടിക്ക് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട പേരിട്ടാൽ ആ മനുഷ്യനെ നരകം തൊടാൻ പേടിക്കും. ആ മനുഷ്യൻ, ആ ബാപ്പയെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു കുട്ടിക്ക് പേരിട്ടപ്പോൾ ഇക്റാമൻ ബി റസൂലില്ലാഹ്, റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട പേരിട്ടു. ഒന്നിരിക്കൽ റസൂലുള്ളാഹിയുടെ പേരിട്ടു, അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ മക്കളെയോ ഭാര്യമാരെയോ പേരിട്ടു. ഇക്റാമൻ ബി റസൂലില്ലാഹ് മഹബ്ബതൻ വശൗഖൻ ഇലാ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹവും ബഹുമാനവും കാരണമായിട്ട് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട പേര് കിട്ടാൻ ആ മനുഷ്യനെ നരകം സ്പർശിക്കാൻ പേടിക്കുമെന്ന് പുണ്യ റസൂൽ